ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ CUT UG 2026 റിസൾട്ട് വന്നു. ഇന്നലെയോ ഇന്നൊക്കെ ആയിട്ടാണ് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അക്ഷീറ്റ് ഔട്ടായി. അപ്പം നമ്മൾ മക്കളെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മളുടെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഉത്തരവാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, PGന്റെ കാര്യം പറയുകയാണെങ്കിൽ PGന്റെ റിസൾട്ട് ഓൾറെഡി വന്നു. അഡ്മിഷനൊക്കെ അപ്പോൾ സെക്കൻഡ് റൗണ്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം UGനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഇന്ന് മാർക്ക് ഷീറ്റ് ഇപ്പം നിങ്ങൾക്ക് കിട്ടി. ഇനി എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആരെങ്കിലും മാർക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ, എങ്കിലും റിസൾട്ട് വന്നു അറിഞ്ഞിട്ടില്ലെങ്കിൽ ആൻഡ് മാർക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ NTA വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കാണിച്ചു തരാം. അവിടെ നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് മിക്കവാറും ഡേറ്റ് ഓഫ് ബർത്ത് അവൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഈ മാർക്ക് ഷീറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SSLC കഴിഞ്ഞപ്പോൾ നമുക്കൊരു മാർക്ക് ഷീറ്റ് കിട്ടിയില്ലേ, നമുക്ക് +2 കഴിഞ്ഞപ്പോൾ ഒരു മാർക്ക് ഷീറ്റ് കിട്ടിയില്ലേ, അതേപോലെ തന്നെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ കിട്ടിയ ഒരു മാർക്ക് ഷീറ്റാണ് ഈ CUTന്റെ മാർക്ക് ഷീറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ മാർക്ക് ഷീറ്റ് കൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തിനു വെയിറ്റ് ചെയ്യാം? യൂണിവേഴ്സിറ്റീസ് സൈറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്, മിസോറാം യൂണിവേഴ്സിറ്റിയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്, BHU ആണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഒക്കെ സൈറ്റ് ഓപ്പൺ ആയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ പണി. ഇതാണ് ഇനിയുള്ള നമ്മുടെ പണി. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ പോവുക, സൈറ്റ് ഓപ്പൺ ആയോ നോക്കാം. എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റി ഒരു ദിവസം സൈറ്റ് ഓപ്പൺ ആക്കും. ഓക്കെ, ആ സൈറ്റ് ഓപ്പൺ ആക്കുമ്പം നമ്മൾ നമ്മുടെ ഇതേ ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലേ, നമ്മളുടെ CUTന്റെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുമ്പം നമ്മുടെ CUT സ്കോർ ഓട്ടോമാറ്റിക്കലി അതിൽ ലിങ്കായിട്ട് നമ്മുടെ മാർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ വരും. പിന്നെ നമ്മുടെ +2ന്റെ മാർക്കും നമ്മൾ അപ്ലിക്കേഷൻ വെക്കുമ്പം അടിച്ചു കൊടുക്കേണ്ടി വരും. ദെൻ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുക. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഏപ്രിൽ മന്ത് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അവർ ചോദിക്കുക. അപ്പോൾ ഏപ്രിൽ മന്ത് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഇടയിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് അവർ ചോദിക്കുക. അപ്പോൾ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അവരത് അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ കോഴ്സിന് അപ്ലിക്കേഷൻ വെക്കാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിത് ഒറ്റയ്ക്കായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മുടെ സ്റ്റെപ്പ്? യൂണിവേഴ്സിറ്റി സൈറ്റ് തുറന്ന് നമ്മൾ നോക്കണം. അപ്പം നമുക്കിത് 2 തരത്തിൽ നോക്കാം. ഒന്ന്, നമുക്ക് എപ്പോഴും ഗൂഗിളിൽ കയറിയിട്ട് സൈറ്റ് ഓപ്പൺ ആയോ നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂണിവേഴ്സിറ്റീസ് സൈറ്റ് തുറന്നു വയ്ക്കുക ഒരു 3 ദിവസമോ 4 ദിവസമൊക്കെയോ നമുക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ അറിയാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. നമ്മളുടെ ആ ഒരു അവസരം പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക്. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ എപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഹെൽപ്പ് ഡെസ്കിൽ അഡ്മിന്മാർ അറിയിക്കും. ഓക്കെ, ഇന്ന യൂണിവേഴ്സിറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ടെന്ന്. കാരണം ആ യൂണിവേഴ്സിറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്കിലാണല്ലോ നിങ്ങളുള്ളത്. യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് അഡ്മിന്മാർ പറയും. അതല്ലെങ്കിൽ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളാണല്ലോ ആ ഗ്രൂപ്പിലുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ അപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് കുറേ ഡൗട്ടുകൾ വരും. ഇങ്ങനെ +2ന്റെ മാർക്കൊക്കെ എടുക്കേണ്ടത് ഒരു വേറെ രീതിയിലാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടൊക്കെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെക്കേണ്ട കാര്യത്തിന് സർട്ടിഫിക്കറ്റൊക്കെ സെൻട്രൽ പർപ്പസ് ആയിട്ട് എടുക്കണം കേട്ടോ. സർട്ടിഫിക്കറ്റൊക്കെ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ വരാം. ഒബ്വിയസ് ആയിട്ട് ഗ്രൂപ്പിൽ കുറേ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ആയോ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഹെൽപ്പ് ഡെസ്ക് എന്തായാലും ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഡൗട്ടുകൾ വരും. അത് ചോദിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ആരും ഇല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ജോയിൻ ആയിട്ടിരിക്കുക. ഓക്കെ, ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഓപ്പൺ ആണ്. മൈത്രി DUന്റെ മലയാളികളുടെ ഗ്രൂപ്പാണ്. അതിൽ മെസ്സേജ് കഴിഞ്ഞാൽ അവർ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്ക് വേണമെങ്കിലും കിട്ടും. അതല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാനും ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്ക്. മാർക്ക് ഷീറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും കവർ ചെയ്തു. സൈറ്റ് ഓപ്പൺ ആയോ എന്ന് നോക്കേണ്ട കാര്യം കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആയി എന്ന് അറിഞ്ഞു, ഗ്രൂപ്പ് വഴി അറിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ തന്നെ
ഗൂഗിളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ സൈറ്റ് ഓപ്പൺ ആയിരുന്നു. നെക്സ്റ്റ് തിങ് എന്താണ്, ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല എളുപ്പം അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതല്ല കോൺഫിഡൻസ് ഒക്കെ കുറവാണെങ്കിൽ കഫയിൽ പോയിട്ടാണെങ്കിലും അക്ഷയയിൽ പോയിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാം. മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഫയിലുള്ള ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അവർക്കും കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പം ചിലപ്പോൾ മാറി വരുന്നുണ്ടായിരിക്കും. അപ്പം ബേസിക് ആയിട്ട് അധികം പാനിക് ആവാണ്ടിരിക്കുക, നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഏപ്രിൽ മാസം കഴിഞ്ഞുള്ളതല്ലേ എന്ന് നോക്കുക. അതല്ലെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക, റീഅപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയാം അല്ല, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണ്, യൂണിവേഴ്സിറ്റി ഏപ്രിൽ മാസം കഴിഞ്ഞുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പ്ലീസ് സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറയാം. സെൻട്രൽ പർപ്പസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാം. ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം സർട്ടിഫിക്കറ്റ് വെച്ച് +2ന്റെ മാർക്ക് ഷീറ്റും വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഫീസ് വരുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റി, എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ടൈപ്പ് എ, ഇവിടെ നമ്മൾ ആ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ കോഴ്സ് എ സെലക്ട് ചെയ്യുമ്പം അത് കഴിഞ്ഞ് നമ്മൾ കോഴ്സ് ബിയും സെലക്ട് ചെയ്യണം. എനിക്ക് ഈ കോഴ്സും അപ്ലൈ ചെയ്യണമെന്നുണ്ട്. കോഴ്സ് സിയും നമ്മൾ സെലക്ട് ചെയ്യാണ്, എനിക്ക് ഈ കോഴ്സും അപ്ലൈ ചെയ്യണമെന്നുണ്ട്, ആ കോഴ്സും അപ്ലൈ ചെയ്യണമെന്നുണ്ട്, ഈ കോഴ്സും അപ്ലൈ ചെയ്യണമെന്ന്. അപ്പം ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ 3 ഡിഫറെൻറ്റ് ഓഫ് കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ടൈപ്പ് എ യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോഴ്സിനും പൈസ വാങ്ങിക്കും. ഒരു മിനിമം ഒരു 200 രൂപേൻ്റെ ഒക്കെ അറൗണ്ട് ആയിരിക്കും. ഓക്കെ, നമ്മൾ 3 കോഴ്സ് സെലക്ട് ചെയ്തു, അപ്പം 200 + 200 + 200, അപ്പം ഒരു മനസ്സിലായോ? അപ്പം അത്രയാവും എമൗണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സസിനനുസരിച്ച് അപ്ലിക്കേഷൻ ഫീസ് കൂടും. എന്നാൽ വേറെ കൈൻഡ് ഓഫ് ടൈപ്പ് ബി കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ എത്ര കോഴ്സ് എ, കോഴ്സ് ബി, കോഴ്സ് സി, കോഴ്സ് ഡി ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് ഒറ്റ ഫീസേ അടക്കേണ്ടി വരത്തുള്ളൂ. ആ ഫീസ് അറൗണ്ട് 200 രൂപ ആകത്തുള്ളൂ. അതായത് നമ്മൾ ടൈപ്പ് ബി വരുന്ന യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ 4-5 കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്താലും അപ്ലിക്കേഷൻ ഫീ അറൗണ്ട് 200 രൂപയുടെ അറൗണ്ടേ വരത്തുള്ളൂ. ഇനി കോഴ്സ് സെലക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കോഴ്സിനും നമ്മൾ എഴുതേണ്ടിയിരിക്കുന്ന കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ആ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ന സബ്ജക്ട്സിന്റെ മാർക്കാണ് അവർ നോക്കാന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ആ എക്സാമുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കോഴ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് ആണ്. നമ്മൾ എഴുതിയ സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ കോഴ്സുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇല്ല. DU പോലത്തെ ചില യൂണിവേഴ്സിറ്റിയിൽ ലൈക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ കുറച്ച് കോളേജസ് വരുന്ന കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റി അത് അധികം ഇല്ല. DU പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ സൈറ്റ് ഓപ്പണേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഒരു 200 രൂപയാണ് അതിന് ഫീസ് വരുന്നത്. നമ്മൾ സീറ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുന്ന പോലെയാണ്. 200 രൂപ കൊടുത്തിട്ട് പോർട്ടൽ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ പിന്നെ രണ്ടാമത്തെ പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് ഈ കഴിഞ്ഞ വട്ടമൊക്കെ ആയിട്ട് അത് ഭയങ്കരമായിട്ട് ലൈക്ക് അവർ സൈറ്റ് അടച്ചേ ഇല്ല, അവർ സൈറ്റ് തുറന്നുകൊണ്ടേയിരുന്നു, നീട്ടി കൊണ്ടുപോയി. അപ്പൊ അത് കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ സൈറ്റ് അടയ്ക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ വട്ടം അവർ സൈറ്റ് അടച്ചിട്ടില്ല, അവർ തുറന്നിട്ട് അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി. ഈവൻ രണ്ടാമത്തെ പോർട്ടൽ തുറന്നപ്പോഴും ആ സൈറ്റ് അപ്പോഴും ഓപ്പൺ ആയിരുന്നു. സൈറ്റ് അടയ്ക്കും എന്നൊരു ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ 200 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് തരണം. പിന്നെ അതിന് ഫീസ് ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് അപ്ലിക്കേഷൻ വെക്കേണ്ടത് ഓപ്പൺ ആവുമ്പം DUവിൻ്റെ അണ്ടറിൽ പറഞ്ഞു കുറേ കോളേജസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കുറെ കോഴ്സസും ഉണ്ട്. അപ്പം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ +2 ചേരാൻ വേണ്ടിയിട്ട് ഒരു സ്കൂള് ഇന്ന കോഴ്സ്, ഒരു സ്കൂള് ഇന്ന കോഴ്സ്, അങ്ങനെ നമ്മളൊരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ? +2 പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ 10 കഴിഞ്ഞിട്ട്? അതേപോലത്തെ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് നമ്മൾ DUവിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ DUവിൽ അപ്ലിക്കേഷൻ വെക്കുക. ഇനി നമ്മൾ അലോട്ട്മെന്റിലേക്ക് കടക്കാണ്. അപ്പം DUവിൻ്റെ കാര്യം ആദ്യം തന്നെ പറയാം. അപ്പം നമ്മൾ ഈ പ്രിഫറൻസ് ലിസ്റ്റ് വെച്ചുല്ലോ. ഇനി അലോട്ട്മെന്റ്, ഫസ്റ്റത്തെ അലോട്ട്മെന്റ് വരുമ്പം പ്രിഫറൻസ് ലിസ്റ്റിൽ ഇപ്പം നമ്മളൊരു 50 പ്രിഫറൻസ് ഒക്കെ വെച്ചു എന്ന് വിചാരിച്ചോ, നമ്മുടെ ഒരു 4ാമത്തെ പ്രിഫറൻസ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അടിക്കുള്ളത് ഒക്കെ
ഒക്കെ പോകും. ഓക്കെ, പിന്നെ 4ഉം അതിന്റെ മുകളിലുള്ളത് മാത്രം നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് പിന്നെ വരാം. അതിന്റെ അടിക്കുള്ളതൊന്നും പിന്നെ നമുക്ക് കിട്ടാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അപ്പൊ നമ്മൾ മുമ്പേ തന്നെ DU അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മുമ്പേ തന്നെ ഈ പ്രിഫറൻസ് ലിസ്റ്റ് ഹെൽപ്പ് ഡെസ്കിൽ അഡ്മിന്മാരോടൊക്കെ ചോദിച്ചിട്ടോ റിസർച്ച് ചെയ്തിട്ടോ ഈ പ്രിഫറൻസ് ലിസ്റ്റ് നമ്മുടെ സ്വന്തം മാർക്ക് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ പൊതുവെ യൂണിവേഴ്സിറ്റീസ് CUT അണ്ടറിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിന്റെയും അലോട്ട്മെന്റ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ അലോട്ട്മെന്റ് വരാ ഈ പറഞ്ഞ പോലെ പല പല സമയത്തായിരിക്കും. നമുക്ക് അതും ഹെൽപ്പ് ഡെസ്ക് വഴിയും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അലോട്ട്മെന്റ് വന്നു നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് സൈറ്റ് ചെക്ക് ചെയ്യുന്നത് വഴിയോ നമ്മൾ അറിഞ്ഞു നോക്കി അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. നമ്മൾ ചില യൂണിവേഴ്സിറ്റീസിൽ ഡോക്യുമെന്റ് ആയിട്ടാണ് അലോട്ട്മെന്റ് ഉണ്ടാവുക. നമ്മൾ ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുക, നമ്മളുടെ പേര് അതിലുണ്ടോയെന്ന് നോക്കുക, റാങ്ക് നോക്കുക. ഓക്കെ, നമ്മളുടെ പേര് അതിലുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓപ്ഷൻ ആണ് ഉള്ളത്. ലൈക്ക് നമുക്കല്ല ഓപ്ഷൻ, യൂണിവേഴ്സിറ്റീസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞ് റെസ്പോണ്ട് ചെയ്യണ രീതിയിലും 2 കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസിന്റെ രീതിയാണുള്ളത്. ഓക്കെ, യൂണിവേഴ്സിറ്റി കൈൻഡ് A ടൈപ്പിൽ വരുന്നത് എല്ലാ പ്രൊസീജിയേഴ്സും ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞു ഓക്കെ നമുക്ക് അലോട്ട്മെന്റ് കിട്ടി, നമ്മൾ ഈ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ അലോട്ട്മെന്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യത്തെ അലോട്ട്മെന്റ് വന്നു, ഈ ഒരു പ്രൊസീജിയർ ഒരു 2-3 ദിവസത്തിന്റെ ഒക്കെ ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സൈറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മൾ രാവിലെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. ഒരു അലോട്ട്മെന്റ് വന്ന് നമ്മൾ അപ്പം തന്നെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ നടക്കും. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ റിവേർട്ട് ചെയ്യും നമ്മളുടെ ഡോക്യുമെന്റ്സ്. അപ്പം നമ്മൾ അവർ ചിലപ്പോൾ നമ്മൾ കോൺടാക്റ്റും ചെയ്യുമായിരിക്കും, ഫോം വിളിച്ച് നമ്മളെ കോൺടാക്റ്റും ചെയ്യുമായിരിക്കും. നമ്മൾ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്ത് 2-3 ദിവസത്തിന്റെ ഒക്കെ ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത അലോട്ട്മെന്റ് വരും. അപ്പം ഈ 2-3 ദിവസം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോഴേക്കും നമ്മൾ റിവേർട്ട് ആയി വന്നു, നമ്മൾ അപ്പോഴേക്കും ഡോക്യുമെന്റ് നമ്മൾ ശരിയാക്കി ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് 3-ാമത്തെ ദിവസം ആയിട്ടുണ്ടാവും. അപ്പം തന്നെ എല്ലാം ഡോക്യുമെന്റും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ വെരിഫൈ ചെയ്ത് ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ ഡോക്യുമെന്റ് വെരിഫൈഡ് പ്രിൻസിപ്പളും വെരിഫൈഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പ്രിൻസിപ്പളും വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ പേയ്മെന്റ് ആണ്. അതായത് നമ്മളുടെ ആ കോഴ്സിന്റെ ആ ഇയറിലെ ഫീസ്. ഓക്കെ, ആ ഫീസ് നമ്മൾ അപ്പം തന്നെ അടയ്ക്കണം. അപ്പം തന്നെ നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ ആ ഒരു പ്രൊസീജിയറിൽ നിന്ന് തന്നെ നമ്മൾ പോകും. അപ്പം നമ്മളുടെ കയ്യിൽ മണി ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. കാരണം അപ്പം തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാൻ വരും. നമ്മൾ അപ്പം തന്നെ ആ ഫീസ് അടച്ചാൽ നമ്മുടെ സീറ്റ് നമ്മുടെ ഉറപ്പായി. ഓക്കെ, പിന്നെ നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ ആ കൊല്ലത്തെ ഫീസൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് വരെ എക്സാമിന്റെ സമയത്ത് വല്ല എക്സാം ഫീസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം. ഇതാണ് ടൈപ്പ് A കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റിന്റെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലുള്ള പ്രൊസീജിയർ. ഇനി ടൈപ്പ് B കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് വന്നു, നമ്മൾ ആ ഡോക്യുമെന്റ് ചെക്ക് ചെയ്തു. ഓക്കെ, ഡോക്യുമെന്റിൽ നമ്മുടെ പേരുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യണം. ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നമുക്ക് 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ സ്ഥലത്ത് എത്തി, അതായത് ഈ കോളേജിലേക്ക് എത്തി നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ നമുക്കറിയാം നാട്ടിൽ നിന്ന് ഈ കോളേജിൽ എത്താൻ തന്നെ എടുക്കും 3 ദിവസം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ദിവസം പോലും കളയാനുണ്ടാവില്ല. ഇപ്പോഴാണ് അലോട്ട്മെന്റ് വന്നെങ്കിൽ അന്ന് രാത്രി തന്നെ നമ്മൾ ട്രെയിൻ കയറിയാൽ, ലൈക്ക് ട്രെയിൻ ആണെങ്കിൽ കേട്ടോ, നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 3 ദിവസം എടുക്കും അവിടെ എത്താൻ. പിന്നെ കളയാൻ പിന്നെ സമയമില്ല. അന്നത്തെ ദിവസം രാത്രി തന്നെ ട്രെയിൻ കയറിയാലാണ് ഈ പ്രൊസീജിയർ കഴിയുന്നതിന്റെ ടൈം ലൈനിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവിടെ ചെന്ന് സബ്മിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് എന്താ പറയുക, സീറ്റ് അപ്പോഴും നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഉറപ്പാക്കാം.
ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആ യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇത്ര ദൂരത്തു നിന്നാണ് വരുന്നത്, ഒരു ഡേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ടൈം ലൈന് നമുക്ക് നീട്ടി കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നോക്കാം. അപ്പോൾ ഇതാണ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന 2 സിനാരിയോസ്. ഓക്കെ, അപ്പം ഇതിൽ ഡിയുവിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ, ഈ അലോട്ട്മെന്റ് വന്നു, നമ്മൾ പ്രിൻസിപ്പൽ വെരിഫിക്കേഷൻ ചെയ്തു, എല്ലാവരും വെരിഫൈ ചെയ്തു, നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ പരിഗണിക്കാം എന്ന് കൊടുക്കാം. അപ്പം എന്തുണ്ടാവുക, ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സീറ്റ് ഫ്രീസായി, നമുക്ക് ആ സീറ്റ് കിട്ടി ഉറപ്പായി. അതല്ല, സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ പരിഗണിക്കാം എന്നാണ് കൊടുത്തതെങ്കിൽ, നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യം നമ്മൾ പരിഗണിക്കും, ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് ആദ്യം വരും. അപ്പം ഡിയുവിൻ്റെ കാര്യം ചെയ്യുമ്പോൾ സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി വരും, ഡോക്യുമെന്റ് ഒന്നുമല്ല, നമുക്ക് അലോട്ട് ചെയ്ത കോളേജ് വരും, കോഴ്സും വരും, അങ്ങനെയാ വരാം. നിങ്ങൾക്ക് ഈ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ചൂസ് ചെയ്യാം, ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുക്കാം. അതാണ് നമ്മുടെ 2 ഓപ്ഷൻ ഡിയുവിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ 4 ഓപ്ഷനാണ് പിന്നെ ഉള്ളത്. അതിൽ മുകളിലത്തെ കിട്ടി, 3ാമത്തെ ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ 4ാമത്തെ ഓപ്ഷൻ പിന്നെ പോയി, പിന്നെ തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതൊക്കെ ആലോചിച്ചും കണ്ടും ചൂസ് ചെയ്യാം. നമ്മൾ ഫീസിന്റെ കാര്യം കവർ ചെയ്തു, ഈ ട്രാവലിന്റെ കാര്യം കവർ ചെയ്തു. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ ഈ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഈ പ്രൊസീജിയറിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാവൽ ചെയ്യാനും മെന്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുക, അതേപോലെ തന്നെ ഫൈനാൻഷ്യലിയും ഈ സമയത്ത് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഇത് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഫീസ് അപ്പം തന്നെ അടയ്ക്കേണ്ടി വരുമെന്നും ട്രാവൽ ചെയ്യേണ്ടി വരുന്നൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇപ്പോഴേ അറിഞ്ഞിരിക്കുക. ഓക്കെ, മെന്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുക. ട്രാവൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത്രയും പൈസ ഒറ്റയടിക്ക് എടുക്കേണ്ടി വരും എന്നൊക്കെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കാം. ഫീസിന്റെ മിനിമം സ്റ്റാർട്ടിങ് വരെ 10,000 ഒക്കെയാണ്. ചിലപ്പോൾ 10,000 നിന്ന് കുറയാം കേട്ടോ, 10K കുറയാം, അതല്ലെങ്കിൽ 10K കൂടുക ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും ഹൈ 30K ഒക്കെ ആയിരിക്കും, അതിൻ്റെ അറൗണ്ട് ഒക്കെ ആയിരിക്കും ഏറ്റവും ഹൈ ഫീസ്. ലോ ഫീസ് 10K ഒക്കെ അറൗണ്ട് ആയിരിക്കും കേട്ടോ ഫീസ് വരുന്നത്, കോഴ്സ് ഫീസ് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം വരുന്നത്, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് സൈറ്റ് ഓപ്പൺ ആക്കി അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ആക്കുള്ളൂ. ഇപ്പം ഈ കൊല്ലം റിസൾട്ട് ഭയങ്കര നേരത്തെ വന്നു. എക്സാം എഴുതുന്ന സമയത്ത് അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈയിലായിരിക്കും റിസൾട്ട് വരാമെന്ന്. പക്ഷെ ഇപ്പൊ ജൂണിലെ റിസൾട്ട് വന്നു. അപ്പം എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ വേഗം നടക്കുന്നുണ്ടെന്നാണ്. യൂണിവേഴ്സിറ്റി സൈറ്റ് തുറന്നു തോന്നുന്നു ഓൾറെഡി. അപ്പം വേഗം കാര്യങ്ങൾ നടക്കണ പോലെയും തോന്നുന്നുണ്ട്. ടൈം നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് വേഗം അടയ്ക്കും ചെയ്യും, യൂണിവേഴ്സിറ്റി ക്ലാസ്സും തുടങ്ങും ചെയ്യും. നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സസ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ തുടങ്ങാതെ തന്നെ. അപ്പം നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഒരു പേടി ഉണ്ടെങ്കിൽ, നാട്ടിലൊരു യൂണിവേഴ്സിറ്റിയിൽ എന്താ പറയുക അഡ്മിഷൻ എടുക്കുക. ആൻഡ് ഫീസ് ഭയങ്കരമായിട്ടുള്ള ഫീസില്ലേ, PTA ഫീസ്, ആ ഫീസ് അതൊന്നും കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം അതൊന്നും റീഫണ്ടബിൾ അല്ല. കോളേജ് ഫീസ് റീഫണ്ടബിൾ ആണ്. അപ്പം എന്നിട്ട് ആ കോളേജിൽ നിന്ന് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് TC വാങ്ങിക്കുക, ഇവിടെ ചേരാം. പക്ഷെ ഈ TCന്റെ ആവശ്യമൊന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആവശ്യം വരത്തില്ല. എന്നാൽ കൂടി അവിടെ നിന്ന് TC വാങ്ങിച്ചിട്ട് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് പഠിക്കാം. സ്റ്റാർട്ട് ആവുക അറൗണ്ട് ഓഗസ്റ്റ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഈ പ്രാവശ്യം പക്ഷെ കുറച്ചും കൂടി നേരത്തെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ മെയിനായിട്ട് ഓഗസ്റ്റിലാണ് ക്ലാസ് തുടങ്ങാറുള്ളത്. ഈവൻ ഓഗസ്റ്റിൽ തുടങ്ങിയാൽ കൂടി സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ, അങ്ങനത്തെ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു സെപ്റ്റംബർ ഒക്കെ ആവും. ഓക്കെ, അപ്പം അത്രയും ടൈമൊക്കെ ഉണ്ട്. ദൂരത്താണ് കോളേജെങ്കിൽ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴേക്കും പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ. എന്തെങ്കിലും ചോദ്യം കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചിട്ടപ്പം ഒരു കുട്ടി ചോദിച്ചതാണ് ഹോസ്റ്റൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുക അങ്ങനെയൊക്കെ. അപ്പം ഹോസ്റ്റൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ, ആ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പം ആ യൂണിവേഴ്സിറ്റീൻ്റെ ഹോസ്റ്റലിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവിടെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ CUT സ്കോർ വെച്ചിട്ട് തന്നെ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ വെക്കുക. ആൻഡ് അതിനും ഇതേപോലെ അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റിൽ കിട്ടിയാലാണ് നമുക്ക് ആ ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് ഹോസ്റ്റലിന്റെ കാര്യം. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അലോട്ട്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ വെച്ച് അലോട്ട്മെന്റ് വിളിച്ചിട്ടാണ് നമുക്ക് ഹോസ്റ്റൽ കിട്ടുക. ഓക്കെ.
പിന്നെ ഒരു കുട്ടി ചോദിച്ച കാര്യമാണ്, നമുക്കിപ്പം എനിക്ക് കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലൈക്ക് എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കിട്ടാനാണ് ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് വേറെ യൂണിവേഴ്സിറ്റീസും അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അപ്പം ആ വേറെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കിട്ടി, പിന്നെ എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്, ഫൈനാൻഷ്യലി ഒരു പ്രോബ്ലംസും ഇല്ലെങ്കിൽ നമുക്ക് എത്ര യൂണിവേഴ്സിറ്റി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ആകെ വരുന്നൊരു ബുദ്ധിമുട്ട് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി സൈറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ മറ്റേ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആക്കി. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ അപ്ലിക്കേഷൻ ഫീസ് നമ്മുടെ പോയി. ഓക്കെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സൈറ്റ് തുറന്നു, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു, ആ ആപ്ലിക്കേഷൻ ഫീസ് നമ്മുടെ പോയി. അത് കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് വിളിക്കണേക്കാൾ മുമ്പേ ഈ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് വിളിച്ചു. അപ്പം നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അലോട്ട്മെന്റിൽ കിട്ടി. നമ്മളപ്പം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് ഫീ അടയ്ക്കണോ? കോഴ്സ് ഫീ അറൗണ്ട് 10K to 30K തന്നെ എടുത്തു വരും. നമ്മൾ ഈ കോഴ്സ് ഫീ അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ പൈസ വേണം. അത് കഴിഞ്ഞിട്ടാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെന്റ് വിളിച്ചു, നമുക്ക് സീറ്റ് കിട്ടി. അപ്പം നമ്മൾ ഇവിടെയും അലോട്ട്മെന്റ് കിട്ടി, നമ്മൾ ഇവിടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇവിടെയും കോഴ്സ് കിട്ടാൻ നമ്മൾ ഫീസ് അടയ്ക്കണം. അപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ വേണം. അപ്പം നമ്മൾ ഇവിടെയും പൈസ അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ നമുക്ക് റീഫണ്ട് കിട്ടും. പക്ഷെ ഈ പ്രൊസീജിയറൊക്കെ നടക്കാൻ നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അലോട്ട്മെന്റ് വിളിച്ച് നമുക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ബാക്ക് ഔട്ട് ചെയ്താലാണ് റീഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് മുമ്പേ കൂട്ടി അന്വേഷിച്ച് വെക്കുക. എവിടെ നിന്ന് അന്വേഷിക്കും? ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കും, എത്ര ദിവസം കൊണ്ട് ഔട്ട് ചെയ്താലാണ് റീഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. എന്നാലേ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ പൈസ നമ്മൾ മൊത്തമായിട്ട് പോകും. അഗെയിൻ, നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് എത്ര യൂണിവേഴ്സിറ്റി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അതൊരു ബുദ്ധിമുട്ടല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൽ പറയാനായിട്ടുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ റിസൾട്ട് വന്നപ്പം ലൈക്ക് സ്യൂട്ടിൻ്റെ റിസൾട്ട് വന്നു. ഓക്കെ, എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വട്ടം. അപ്പം മാർക്ക് ഷീറ്റ് വന്നു, പിന്നെ എനിക്കൊന്നും അറിയണമെന്നില്ല. ഈ മാർക്ക് ഷീറ്റ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു സീനിയർ ചേച്ചിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് എന്നെ ഹെൽപ്പ് ഡെസ്കിൽ എനിക്ക് കിട്ടിയത്, ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം, യൂണിവേഴ്സിറ്റി സൈറ്റ് തുറക്കാൻ നോക്കണം. എന്നിട്ട് ഞാനൊരു യൂണിവേഴ്സിറ്റി സൈറ്റ് തുറക്കണത് അറിയാൻ വൈകി. ഓക്കെ, വൈകി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആപ്ലിക്കേഷൻ വെക്കാൻ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. എന്നിട്ട് ഞാൻ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം അപ്ലൈ ചെയ്യാൻ പോയി സർട്ടിഫിക്കറ്റിന്. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടി വന്നപ്പോഴേക്കും യൂണിവേഴ്സിറ്റി സൈറ്റ് അടച്ചു. എന്നിട്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പം ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. ആൻഡ് ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് DUലൊക്കെ എനിക്ക് അപ്ലിക്കേഷൻ വെക്കാൻ തന്നെ അറിഞ്ഞത്. ലൈക്ക് ഇപ്പൊ ആലോചിച്ച് നോക്ക്, ഞാൻ DUല് മാത്രമേ അപ്ലിക്കേഷൻ വെക്കുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഇരുന്നെങ്കിൽ DU സൈറ്റ് തുറന്ന് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോകുമ്പോഴാണ് ഞാൻ അറിയാം, ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഞാൻ അപ്പോൾ പോയി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്കും സൈറ്റ് അടച്ചിട്ടുണ്ടാവും, എനിക്ക് അഡ്മിഷൻ എടുക്കാനും പറ്റില്ല. അപ്പം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ആ യൂണിവേഴ്സിറ്റി അന്ന് സൈറ്റ് അടച്ചുകൊണ്ടും ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അന്ന് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടും ആ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് എനിക്കിപ്പം കൈൻഡ് ഓഫ് DU കിട്ടി. ഈവൺ എനിക്ക് വേറെ കോഴ്സായിരുന്നു വേണ്ടത്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഹെൽപ്പ് ഡെസ്ക് ജോയിൻ ആയിട്ട് ഇരിക്കുക, എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കുക, അഡ്മിന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളുടെ ആവശ്യമാണെന്ന് ആലോചിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നല്ലപോലെ അപ്ലൈ ചെയ്യുക, പ്രിഫറൻസ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുക, മെന്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.